വിസ വ്ളോഗേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാനും ജിത്തുമായിട്ട് കൂർഗ്, ബാലൂർ, മൈസൂർ 3 ദിവസം മൈസൂറുണ്ട്. മൈസൂർ ഊട്ടി ട്രിപ്പിലാണ്. നമ്മളെ കോളേജിൻ്റെ പേര് നമ്മളെ പാക്കേജ് ആയിരുന്നു, ചേട്ടനെ വിട്ട് പറഞ്ഞു തരാം. അഗോരയുടെ പാക്കേജാണ്. അജീഷ് ചേട്ടനാണ് വന്നേക്കുന്നത് ഇന്ന് പാക്കേജറായിട്ട്. കോളേജിൻ്റെ പേര് പറഞ്ഞു തരാം. പിള്ളേരെല്ലാം പാവം, നല്ല പിള്ളേരാണ്. കോളേജ് ട്രിപ്പായതുകൊണ്ട് ജിത്തുവിന് ചെറിയ വിഷമമുണ്ട്, സ്കൂളല്ലാത്തതുകൊണ്ട്. ഇനി വേണ്ട, ഇനി ഇവനെ ഞാൻ നമ്മൾ കുറുവാ ദ്വീപ് വരുന്ന വഴിക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നടത്തിയത്. ഫുഡ് കഴിക്കുന്ന സ്ഥലം രുചി മെസ് ഇവിടെയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം ജിത്തുവിന് ഇവിടെ നിന്ന് പ്രത്യേകം പുട്ടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് പുട്ടും സാമ്പാറും കൊടുത്ത്. എടാ, ട്രിപ്പ് എങ്ങനെയുണ്ട്? നീ കുറേ ദിവസം ഇല്ലായിരുന്നല്ലോ. ഫുഡ് ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഫുഡ് ട്രിപ്പ് എന്ത് പോരാത്ത? സ്കൂളിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ നിനക്കങ്ങ് ഇഷ്ടപ്പെടുമായിരുന്നല്ലേ? അങ്ങനെ. ഞാൻ പഴയതുപോലെ ഞാൻ ടോപ്പിലേറ്റ് എടുത്ത് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. എൻ്റെ ചെറുക്കൻ മുട്ട അടിച്ചിരുന്ന ചെറുക്കൻ്റെ തലയിൽ മുടി ഞാൻ വെച്ച് കൊടുത്തു. കോളേജിൻ്റെ പേര് പറ. ഗവൺമെൻറ് കോളേജ് കാര്യവട്ടം ഗവൺമെൻറ് കോളേജ്. അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് എടുത്ത് വന്നത്. മിതമായ രീതിയിലുള്ള പിള്ളേരേ ഉള്ളൂ. 22 പിള്ളേർ. സുഖം. 20 പിള്ളേരും 2 സ്റ്റാഫ്, ഒരു കൊച്ചുകുട്ടി. അപ്പം മൊത്തം 23 പേര്. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ട്രിപ്പ് ഇന്നലെ എടുത്തതേ ഉള്ളൂ. പോകുന്ന സ്ഥലം നിങ്ങൾ ഒരിക്കൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളിനി പറഞ്ഞു കൊടുത്ത പോലെ തെറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. കൂർഗ്, വേലൂർ, 2 ദിവസം മൈസൂർ, പിന്നെ 1 ദിവസം ഊട്ടി. അങ്ങനെ നേരെ കാര്യവട്ടം കോളേജ്. അപ്പോൾ ഗായ്സ്, എൻ്റെ ചെറുക്കൽ ടോപ്പിലേറ്റ് വന്നപ്പം പഴയ ലുക്ക് തിരിച്ചു കിട്ടിയല്ല. ഇനി പവറായിരിക്കും. നമ്മളങ്ങനെ കൂർഗിലെത്തി. ഗ്രീൻലാൻഡിലാണ് ഫുഡ്. ചെറുക്കനെ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളാ പിള്ളേരെല്ലാം കഴിക്കാൻ കയറുകയാണ്. ജിത്തുവിന് ഞാനുമായിട്ട് കഴിക്കാൻ പോവുകയാണ്. ജിത്തുവിന് ഇന്ന് ബിരിയാണിയാണ്. നമ്മളെ വിജേഷ് എന്നല്ലേ നമ്മളെ പാക്കേജിൻ്റെ പേര്? വിജേഷാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ ഫുഡ് ഗ്രീൻലാൻഡിലാണ് കേട്ടോ. ഗ്രീൻലാൻഡിലുള്ള ഫുഡ് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകണം. എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പറയാം. കഴിച്ചിട്ട് ജിത്തുവിൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ജിത്തു കഴിച്ചിട്ട് എന്താണ് സത്യസന്ധമായിട്ട് പറയണം. ഇവർ പൈസ വന്നിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ കുനിച്ച് വെച്ച് ഇടിക്കുന്നു. ഗ്രീൻലാൻഡിലുള്ള ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ജിത്തു, നീ കഴിച്ചല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാം കറക്റ്റ് തന്നെ? ഉപ്പൊക്കെ കറക്റ്റ് തന്നെ? നിങ്ങളെ പേര് വലിയ ഡൗട്ട്. അജേഷ് എന്നാ വിജേഷ്? അജേഷ് എന്നാണ് കേട്ടോ. ഇനി തെറ്റല്ലേ? നീ എഴുതി വൈ. നീ ആട് വേറെയൊക്കെ മാറി വിളിക്കണേ. ഇടയ്ക്ക് വേറെ വിളിക്കണേ കേട്ടോ. നിങ്ങളെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെന്നാ ചേട്ടനെ പോലെ കാണുന്നതുകൊണ്ട്. എതിര് കൂട്ടാതെ വിളിച്ച ഇത് ഉണ്ടി തന്നെ വിളിച്ച. നമ്മൾ കഴിക്കട്ടെ. ഇപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ആളെ നമ്മൾ കണ്ട്, അത് കാണിക്കാം. അതിന് മുന്നേ ജിത്തുവിൻ്റെ ഒരു ചെറിയ അഭ്യാസം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സന്തോഷം എന്ന്. അപ്പുറത്ത് കിടക്കണത് അധോലോകമാണ് കൊമ്പൻ്റെ. ജിത്തു ഡിക്കി അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജിത്തു, നീ പോലീസ് ആളെ നമ്മതാ കണ്ട. ഇങ്ങനെയാണ് ജിത്തു ഡിക്കി അടയ്ക്കുന്നത്. ഗൈസ്, ഈ ഡയലോഗ് എങ്ങനെയുണ്ട്? ജിത്തു മലയാളം വായിക്കാൻ അറിയാമോ? വായടാ. തന്നെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഡിക്കി അടങ്ങനെ ഇങ്ങനെ ഇഷ്ടം കഷ്ടപ്പെട്ടാണ്. ഇവിടെ കൊമ്പൻ അധോലോകം ഇവിടെ ഉണ്ട്. അധോലോകം കർണാടക രജിസ്ട്രേഷൻ ആയതിനു ശേഷം ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. മൈസൂർ കൂർഗൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ചെറുക്കനെ കാണാൻ പറ്റിയിട്ടില്ല. അവൻ വന്നപ്പോൾ തന്നെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ കൊണ്ട് മലാക്കിനെ കൂടെ ചേർത്താൻ കിട്ടും. അപ്പം അങ്ങനെ ഗൈസ് കൊമ്പം പോവുകയാണ്. ശരി ചേട്ടാ, അധോലോകം പോവുകയാണ്. വഴിയിൽ വെച്ച് ചിലപ്പോൾ കാണാം. നാളെ മൈസൂറൊക്കെ ഉണ്ട്.
ശ്രീരുദ്രത ഇവിടെ ഉണ്ട്. നമ്മളവിടെയുള്ള വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. ഇതാണ് അതിൻ്റെ ഓണർ. നമ്മളെ കാവിലിവിടെ ഉണ്ട്. കാവിലിൻ്റെ കൂടെ നമ്മളെ വിഷ്ണുവിൻ്റെ കൂടെ ജിത്ത് പോയിരിക്കുകയാണ്, കാണാനില്ല. തപ്പി പിടിക്കണം. നമ്മളെ ചെറുക്കൻ തോ കിടക്കണം. SMT ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിലവേശി ജിത്ത് ഗൂർഗിന്ന് ഡ്രസ്സ് വാങ്ങി. എത്ര രൂപയുടെ എല്ലാം കൂടെ? 950. ജിത്ത് 3 ഡ്രസ്സ് 950 രൂപയ്ക്ക് വിലവേശി വാങ്ങിച്ചൊക്കെയാണ്. അഭിമന്യിക്കാവുന്ന നിമിഷമാണ് ജിത്തുവിൻ്റെ. വിലവേശാനുണ്ടെങ്കിൽ ജിത്തുവിനെ വന്ന് എല്ലാവരും വിളിച്ചോണ്ട് പോവുക. ജിത്തു, ഇത് നീ ഒരു പണിയായിട്ടിട്. ഓ, സംസാരിച്ച് ജിത്തുവിനെ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നുമില്ല തന്നെയല്ലേ. ആ, കാവിലിൻ്റെ ടീം ഇവിടെ ഉണ്ട്. കാവിലിൻ്റെ ഓണർ കിഴങ്ങേട്ടൻ ഇവിടെയൊക്കെയാണ്. ഒരു ഹായ് പറയൂ. ഹായ് ഹായ് വിഷ്ണു. കിച്ചണ്ണ ഇവിടെ ഉണ്ട്. ജിത്തു എങ്ങോട്ട് പോയി? കിച്ചണ്ണ കാണാനില്ലല്ലേ? എവിടെയോ പോയി, കറങ്ങാൻ പോയി. ജിത്തുവിനെ കൊണ്ട് അജേഷ് എന്ന പേര് എഴുതിപ്പിക്കാൻ വേണ്ടി നോക്കേ, നടക്കുന്നില്ല ഗൈസ്. അജീഷണ്ണ ഇന്നിവനെ കൊണ്ട് അല്ല, ഇന്നിവനെ കൊണ്ടുണ്ടല്ലോ ABCD സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എഴുതിപ്പിച്ചിട്ട് വേണം എഴുതി തന്നോണ. ഇന്ന് പറയടാ. പോട്ടെ, ഇന്ത്യ പോട്ടെ. ABCയിൽ എയുടെയും സിയുടെയും ഇടയിൽ ഏതക്ഷരം ഉള്ളത്? എടാ ഇല്ല അതെ, വണ്ടി എടാ ഇങ്ങോട്ട് വാടാ, ഞാൻ പറയട്ടെ അണ്ണാ. എടാ ACയുടെ ഇടയിൽ ഏതക്ഷരമാണ് പറഞ്ഞത്? ACയുടെ ഇടയിൽ ഏതക്ഷരമാണ് പറഞ്ഞത്? ഇങ്ങനെ പറയുമല്ല. ഇത് നോൺ AC ഇല്ലേ അണ്ണാ? AC കൈരിട്ടല്ല, എയുടെ ഇടയില് ഇങ്ങനെ പറയുന്നത്. ABCD അറിയാമോ? ഏതാണുള്ളത്? തോറ്റ്, നീ തോറ്റ്. ABC. അപ്പം എയുടെയും സിയുടെ ഇടയിൽ B ആണ് പറഞ്ഞത്. ഓ പോടാ. അങ്ങനെ ഇന്ന് നമ്മളിതാ ഇവിടെ അസലിലാണ്. അസലിൽ ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. കിച്ചോണ്ണൻ എല്ലാവരും ഉണ്ട് ഇവിടെ. വന്നപ്പോൾ തന്നെ കിച്ചോണ്ണൻ ഇന്നലെ കണ്ടതുപോലെ ഇന്നും കണ്ട്. കിച്ചോണ്ണൻ ഇന്ന് നിങ്ങളെവിടെ? നേരെ നമ്മളെ നേരെ ബേലൂര് വാട്ടർ ആക്ടിവിറ്റീസ് ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ നെപ്പോളിയൻ്റെ വണ്ടി ഇരിക്കുകയാണ്. നെപ്പോളിയൻ്റെ വണ്ടിയെ കാണിച്ചു തരാം. നെപ്പോളിയൻ്റെ വണ്ടിയാണ്. നമ്മൾ തിരുവനന്തപുരത്തുള്ള തന്നെ വേണം. ടാറ്റാ. നേരെ എവിടാ? നേരെ എങ്ങോട്ട്? ആ, ഞാനും അവിടെ ഉണ്ട്. ആ, എൻ്റെ പാർട്ടി ഇറങ്ങിയില്ല. ശരി, പോട്ടെ. ടാറ്റാ. ശരിയാണോ? അവർ പോവുകയാണ്. അവരും വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ അവിടെ തന്നെ ഉണ്ട്. നമ്മളെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് ഐഷർ 10 വീൽഡ്.
ഡ്രൈവർമാരുടെയും കിളിമാരുടെയും കഷ്ടപ്പാട് കാണിച്ചു തരാം. ഉറങ്ങാനൊക്കെ അവർക്ക് നല്ല രീതിയിൽ പറ്റില്ല. അപ്പം ചില നേരത്തൊക്കെ ഉറങ്ങണത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങളത് കണ്ടു നോക്കുക എങ്ങനെയാണെന്ന്. കണ്ടില്ലേ ഗൈസ്, കഷ്ടപ്പാടാണ്, കിളികളെ കഷ്ടപ്പാടാണ്. ഇങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഏയ് ആരും വന്നില്ല. ഉറങ്ങി. എടാ ഞാൻ മറ്റേ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഗായ്സുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അത് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല. അപ്പം തന്നെ ഉറക്ക ക്ഷീണമല്ല അങ്ങ് മാറിയാ. അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ പറഞ്ഞവരൊക്കെ ഉള്ളൂ. വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ് നീ. ഇങ്ങനെ നിന്റെ തരി സ്വഭാവം നീ ഇതിൽ കൂടെ ഇങ്ങനെ പറയല്ലേ. കൊച്ചങ്ങ ഇവിടെയൊക്കെ തെങ്ങുണ്ടോ അതിന്? ഞാൻ ഇപ്പം കാണിക്കാൻ പോണ ക്ഷേത്രം നിങ്ങൾ നമ്മളെ 49 സീറ്റ് ബസ്സുകളെ വീഡിയോ റീൽസൊക്കെ കാണുമല്ലേ, അതിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലോട്ട് വളഞ്ഞ് ഇറങ്ങി വരുന്ന ബസ്സുകളാണ്. നമ്മളെ ഭാഷ ഇവിടെ വന്നാടാ കഴിഞ്ഞ ട്രിപ്പിൽ. പക്ഷെ ബെക്കാടിയിലെ വീഡിയോ ഇവിടെ നിന്ന് 2-3 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ആ ക്ഷേത്രം ഏതാണ്. അതാണ് ആ ക്ഷേത്രം. നിങ്ങൾ നമ്മളെ വണ്ടിയുടെ കൂടുതൽ റീൽസ് കാണുന്നവർക്ക് ഈ ക്ഷേത്രം മനസ്സിലായി കാണും. ഈ സൈഡിൽ നിന്ന് വളങ്ങി ഇങ്ങനെ വരും ബസ്സുകൾ. ഇന്ന് ഞാൻ നമ്മളെ മലാക്കിനെയും വീഡിയോ എടുക്കും. എടുത്തു തരുമോ വീഡിയോ നല്ല രീതിയിൽ? നിൻ്റെ ഫോണിൽ എടുക്കണം കേട്ടോ. ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു ഫോണുണ്ട് ഗൈസ്, അത് നല്ല ഞാൻ ഒരുപാട് വട്ടം നോക്കിയിരുന്ന ഒരു ഫോണായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ എടുപ്പിച്ച്. ഫോണിൻ്റെ പേര് പറ. ഓ ഗൈസ്, ഇത് ഞാൻ വാങ്ങിച്ചെന്ന ഫോണ്. EMI അടക്കണേ ആരെ ഫോണിൽ നിന്ന് അടക്കണേ? EMI പൈസ ഞാനാണ് കൊടുക്കണ പൈസ. ഓ ഗൈസ്, അതാ ഈ ക്ഷേത്രം നിങ്ങളപ്പം ഓർത്ത് വെച്ചരാ. ഈ സ്ഥലത്തിൻ്റെ പേര് പറ ജിത്തു. പറ. വരട്ടെ വൈകുന്നേരത്തെ അന്നെ. എവിടെ പോയി? ആ കടയിൽ വരാന്തേലും എല്ലാം കാണും, പോയി വിളിച്ചോണ്ടോ. എടാ ഇറങ്ങിയും കൂടെ പോടാ അങ്ങോട്ട്. എനിക്കറിയാം ചേട്ടൻ പറ്റ ചോദിക്കാം. എനിക്കറിയൂടാ കേസ്, ഞാൻ പറഞ്ഞു തരാം. നമ്മളിതാ വേലൂർ വാട്ടർ ആക്ടിവിറ്റിയിൽ നമ്മളെ പിള്ളേരെല്ലാം ബനാന റൈഡിലും അതിലെ ഇവിടെ കൂടെ ഒറ്റാണ് കയാക്കിന് അതിലൊക്കെ കയറി. അപ്പം നമ്മളെ അഗോര പാക്കേജ് ഫ്രീ ആയിട്ട് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരായിട്ട് സ്പീഡ് ബോട്ടിൽ പോവുകയാണ്. പേരെ കൊണ്ട് വിളിക്കുക അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നീ പോയിട്ട് പാട് ഞാൻ കേരളക്ക് മടുത്ത് കിടക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ സ്പീഡ് ബോട്ടിലത് കയറിയിട്ടില്ല. എനിക്കതാണ് പേടി. ചിത്തുവാണെങ്കിൽ മതിൽ ചാടിയും വെള്ളത്തിൽ കൂടെ പോയ എക്സ്പീരിയൻസ് ഉണ്ട്. അറിയാം എനിക്ക് നീന്താറിഞ്ഞൂടാ, പക്ഷേ സ്പീഡ് ബോട്ടിൽ കയറി എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കില്ല, ഞാൻ ഈ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. തുള്ളി വെള്ളം അത് പഠിക്കണം കേട്ടാ. അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇവനെ പറയണ എല്ലാ ഡബിൾ മീനിങ് ആണ്. ഫുള്ള് നെഗറ്റീവാണ് ഇവൻ. അപ്പോൾ ഗൈസ് നമ്മളെ സ്പീഡ് ബോട്ട് വന്നില്ല, വണ്ടി ഓട്ടത്തിലാണ്. വണ്ടി കടക്കൂട്ട് എത്തിയതേ ഉള്ളൂ, അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്പീഡ് ബോട്ട്, ഇതാണ് നമ്മളും കയറി പോകുന്നത്. അയ്യൊക്കെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അവിടെ കിടന്ന് അടിയിടാ. തിരിച്ചുപിടി നമ്മളിതാ ഭൂലോകത്തേക്ക് പോവുകയാണ്.
ഗായ്സ് അങ്ങനെ നമ്മൾ R2 എത്തിയിട്ടുണ്ട്. R2 ഇന്ന് നമുക്ക് സ്റ്റേ ആണ്, 2 ദിവസം R2 സ്റ്റേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നല്ല വീൽക്കപ്പൊക്കെ ഇട്ട ഇങ്ങനെ ഒരു സെഡോം ബസ്സിനൊക്കെ ഉണ്ട്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ വീൽക്കപ്പൊക്കെ ഒരു രക്ഷയില്ല. വീൽക്കപ്പ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മളെ ഭാഷയ്ക്ക് ഇതേപോലെ ഒരെണ്ണം ചെയ്യണം. ഞാൻ കണ്ണച്ചേൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടെന്ന്. സൂപ്പറെന്ന് പറയും. എങ്ങനെയുണ്ട്? ആംഗ്രി ബേർഡാണ് ബസ്സിൻ്റെ പേര്. കിട്ടില്ല സൈഡ് ലുക്ക് എൻ്റെ ഒരു രക്ഷയില്ല. സെറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഇൻസ്റ്റ ഐഡിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, വണ്ടി കാണണമെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി. നമ്മളെ ഫ്രണ്ടിൽ വരുമ്പോഴും അങ്ങനെ തന്നെ നല്ല രീതിയിൽ ബൊമ്മകളും അതും എല്ലാം വാരി വെച്ചിട്ടുണ്ട്. മോമൂടി എല്ലാം കൂടെ നിറച്ച് വെച്ചേക്കാണ് ഫ്രണ്ട്. സംഭവം എനിക്ക് സൈഡ് ലുക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ R2 എടുത്ത് ഇവർക്കൊരു IV ഉണ്ടായിരുന്നു. IVയും കാണിച്ച് അത് കഴിഞ്ഞ് നേരെ നമ്മളെ സൂവൊക്കെ കാണിച്ച് വരണ വഴിക്ക് RTO വഴിയിലിട്ട് തൂക്കി ടാക്സൊക്കെ അടുപ്പിച്ച്. ടാക്സ് എടുക്കാതെ ഇങ്ങനെ കൂർഗിൽ നിന്നൊക്കെ കറങ്ങി ഇങ്ങനെയൊക്കെ വന്നതാണ്. അപ്പം അവിടെ വെച്ച് ടാക്സ് എടുത്ത്. അപ്പം ഇപ്പം R2 നേരത്തെ വന്ന് ചിത്തു വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വെള്ളമുണ്ട്. ഇവിടെ ചാനലൊക്കെ തുറന്നു വിട്ടതിനോണ്ട് ഒരുപാട് വെള്ളമുണ്ട്. കാണിച്ചു തരാം. ചാനലൊക്കെ തുറന്നു വിട്ടതിനോണ്ട് ഒരുപാട് വെള്ളമുണ്ട്. അപ്പം ഇവിടെ നിന്ന് വെള്ളം എടുത്ത് വണ്ടി കഴുകുക സൗകര്യത്തിന്. ചെറുക്കനെ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിത്തു അവിടെ നിന്നൊക്കെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കഴുകണ സൈഡ് ബോഡി. ഓ അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിക്കണ്ട, ഓരോ പിടി. ഓ ഞാൻ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ ആത്മാർത്ഥത കണ്ടോ ഗൈസ്? ഗൈസ് ഞാൻ ഒരു ദിവസം കഴുകിയിട്ടേ വണ്ടി. എൻ്റെ മുമ്പ് വണ്ടിയുടെ വെളുപ്പ് കൊണ്ട് സൂര്യപ്രകാശം ഇട്ടിരുന്നപ്പോൾ കണ്ണടിച്ചു പോയി. അത്രയ്ക്ക് വൃത്തിയായി വണ്ടി. ഈ ഒരു ദിവസം വണ്ടി കഴുകിയിട്ട് ഉച്ച നേരത്ത് വണ്ടി എവിടെ കിടക്കണമെന്ന് കണ്ടിടും. വെള്ളമൊക്കെ പോയി സ്വന്തമായിട്ട് കോരിക്കോണം. അല്ല അണ്ണാ കോരി താണ. അത് എവിടെ ആരോഗ്യം എവിടെ വന്നാ? അല്ല നീ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് എൻ്റെ വ്ളോഗിൽ കാണിക്കാൻ പറ്റൂലേ? ഇത് സ്റ്റാൻഡേർഡ് ആളുകൾ കാണുന്ന വ്ളോഗാണ്. നിന്റെ മറ്റേതൊന്നും ഇവിടെ കാണാൻ ആളില്ല കേട്ടല്ലേ? കഴിവ് പെട്ടെന്ന് കഴിവ്. നീ ഇപ്പം ആരോഗ്യം വന്നെന്നല്ലേ പറഞ്ഞത്? നിന്റെ കൈക്ക് ആരോഗ്യം പോയെ കഴിവിട്ടെടുത്ത് പോയി. ആ മണ്ണിരിക്കുന്നതെന്ന് ഇതിനകത്താവല്ലേ? ഉണ്ടാ നമ്മൾ വണ്ടി കഴിവണത് കാശ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ ഇത് വാങ്ങിയാൽ ലാഭമാണ്. ഇത് ഏകദേശം ഒരു 400 ചില്ലറ രൂപയൊക്കെ ഉള്ളൂ. എങ്ങനെയായാലും ഒരു 3 മാസം വണ്ടി കഴിയുമ്പോൾ നമ്മൾ ഓരോരോ ഷാമ്പു വാങ്ങിച്ച് കളയണം. അത് നമ്മൾ പരിസ്ഥിതി നമ്മൾ മലിനീകരിക്കുകയാണ് ചെയ്യണം. ഇതാകുമ്പോൾ ഈ ബക്കറ്റ് അല്ല ഈ കന്നാസ് നമുക്ക് ഉപയോഗം ചെയ്യാം. എന്തൊരു അകത്താ കഴുകാൻ പോണത്? തുണി 2 തുണി ഞാൻ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. കളയല്ല്. എല്ലാ തുണിയും കൊണ്ട് കളയാണ് ഗൈസ്. ഇവനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കണക്കായി ഇവൻ എന്താ ഇങ്ങനെ ഇവൻ കഴിവ് എടാ. ഞാൻ അവിടെ പിള്ളേരുമായിട്ടൊക്കെ വന്ന് അവർ വീഡിയോ എടുക്കാനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ, നീ വണ്ടി കഴുകും. എന്തൊരു വെള്ളോ? വെള്ളം നിന്റെ തലയിലെടുത്ത് തരാം. കഴിവിടാൻ കേട്ട് പെട്ടെന്ന് തേച്ചൊരച്ച് കഴിവ്. നീ എൻ്റെ ചെറുക്കനെ വേദനിപ്പിക്കല്. എൻ്റെ ചെറുക്കനെ എൻ്റെ മലാക്കിനെ നീ വേദനിപ്പിക്കല്. കണക്കിന് വേണം തന്നെയാടാ മലാക്കെ. ഇവൻ കഴിയുമ്പോഴാണ് എനിക്ക് സന്തോഷം. അത് ഇപ്പം പറയും മലാക്കെ തന്നെയാടാ. ഇവൻ കഴിയുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാ? എൻ്റെ അടുത്ത് പറയണത് ഈ മാങ്ങാമ്പൂച്ചിക്ക് കഴിവാ അറിയൂടാ ചേട്ടാ. അത് ചേട്ടൻ എന്നെ ഒരു ദിവസം കഴിവ് എന്നെ ചേട്ടൻ കുളിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പം പറഞ്ഞു ഈ കഴിവ് പെട്ടെന്ന് കഴിവ്. ഞാൻ ബോട്ടിങ്ങൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഇത് നമ്മളെ വണ്ടിയിൽ വന്ന പിള്ളേരാണ്. അവർ എന്തോന്ന് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. എന്തോ വെള്ളം അങ്ങനെ പറയാൻ സംഭവം. നമ്മൾ R2 ഇവിടെ വരുമ്പോൾ ഉള്ള നമ്മളെ പാക്കേജ് വയനാ കീഴിൽ കയറി പോയിരിക്കുകയാണ്.
സഭ നേരത്തെ കാണിച്ചല്ലോ, അത് കുട്ടവഞ്ചിയാണ് കേട്ടോ. അത് കുട്ടവഞ്ചി എന്നാണ് അതിനെ പറയുന്നത്. അതെനിക്ക് പിന്നെ എനിക്ക് പറഞ്ഞു, അതിൽ കയറിയ പിള്ളേർ ചോദിച്ചപ്പോൾ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മയിട്ടില്ല, അതുകൊണ്ടാണ് കുട്ടവഞ്ചി. വണ്ടി കഴുകുന്ന ആ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സഹായിച്ചു കൊടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ സഹായിക്കില്ല, മടിയനാണ്. വണ്ടി ഓട്ടിക്കും, റൂമിൽ വന്ന് കിടന്നുറങ്ങും, തിന്നും, അതൊക്കെ തന്നെ. ഈ വേറെ ജോലിയൊന്നും ഞാൻ ചെയ്യില്ല. ചുബാർക്ക് ഞാൻ ചെയ്യും കേട്ടോ. ഇന്നിന് പിന്നെ ഞാൻ ഫോണിൽ കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് പെട്ടെന്ന് വിളിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. വണ്ടി ഓടിക്കുന്ന നേരത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പം എന്തായടാ കഴുകി തീർന്ന? ടയർ കറുത്താ അങ്ങോട്ട്? എടാ അതെ, ടയർ കറുത്തില്ലല്ലോ. നല്ല രീതിയിൽ കറുപ്പിക്കും. ഇറുക്കി തേരങ്ങോട്ട്. ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ വെട്ടി അടിക്കണുണ്ടല്ലോ. ആ കഴിവ് ജിത്ത്, നമുക്ക് വിൽക്കപ്പ് മാറ്റണം കേട്ടോ. അപ്പോൾ ഇന്ന് ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ആർട്ടൂലെന്ന് ഇന്ന് മൈസൂരിൽ നമ്മൾ ആ ചാമുണ്ടി ഹില്ലും കാണിച്ച് പാലസും കാണിക്കാൻ വേണ്ടി പോവുകയാണ്. പാലസും കാണിച്ച് ഇന്ന് മൈസൂറാണ് സ്റ്റേ നമുക്ക്. അപ്പോൾ ഗായ്സ് ഇന്ന് രാവിലെ നല്ല സന്തോഷമുണ്ട്. നമ്മൾ വണ്ണസിൻ്റെ മെട്രിക്സിനൊക്കെ ഉണ്ട്. ആശ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ ഇതാ കണ്ടില്ലേ ഗായ്സ്, വണ്ണസിൻ്റെ മെട്രിക്സിനൊക്കെ ഉണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല. രാവിലെ ഇതാ വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതാ കൂടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ മയൂര ബസ്സും ഉണ്ട്. മയൂര ബസ് രാവിലെ വന്നു. രാവിലെ ഞാൻ കുളിക്കാനുള്ള തോർത്ത് മറന്നു വെച്ചിട്ട് അതെടുക്കാനായിട്ട് വണ്ടിയിലോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. വണ്ണസിൻ്റെ മെട്രിക്സിനെ ഇപ്പോഴാണ് കണ്ടത്. അപ്പം സന്തോഷം. മെട്രിക്സിനെ കണ്ടിട്ട് കുറേ ദിവസമായി, ഇപ്പം കാണാൻ പറ്റിയ സന്തോഷം. ഇപ്പോൾ നമ്മളിതാ മൈസൂർ പാലസിൻ്റെ അവിടെയാണ്. പാലസിൽ വൈകിട്ട് നല്ല സെറ്റപ്പ് വൈബിലാണ്, ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ പിള്ളേർ പാലസിന്. ഓ എൻ്റെ അമ്മ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഇറങ്ങി പാലസ് ആ ലൈറ്റൊക്കെ എനിക്ക് കിട്ടുന്നു. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ആണാ അജീഷണ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ജിത്തുവിന് ഒരു വിഷമാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കവും കുറവ്. ഓ അത് തന്നെ ജിത്തു, നിൻ്റെ വിഷമം മാറ്റിത്തരാം. എന്താണത്? താങ്ക് യു. അപ്പം ജിത്തു, നിൻ്റെ വിഷമം എന്ന് പറയുന്നത് നിനക്ക് പൊക്കം കുറവ്, അങ്ങനെയാണല്ലേ? അതിന് ഇപ്പം എത്ര വയസ്സായി? അല്ല പിന്നെ പെണ്ണ് കെട്ടേണ്ട സമയമുണ്ട്, ആ സമയത്ത് കിട്ടിയാൽ മതി. അപ്പം ഞാൻ പറയണ കേട്ടോ, പെണ്ണ് കെട്ടേണ്ട സമയമുണ്ട്, ആ സമയത്ത് കിട്ടിയാൽ മതി. ഇപ്പോഴേ നീ പെണ്ണ് കെട്ടണ്ട. നേരത്തെ കെട്ടണം. എത്ര വയസ്സ് കെട്ടണം? ഇപ്പൊ കെട്ടിയാൽ കല്യാണം കയറി കഴിഞ്ഞാൽ വണ്ടി കയറാതെ ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏതായാലും കല്യാണം കയറിച്ചില്ല, പിന്നെ നീ ഒരു 4-5 മാസത്തേക്ക് വീട്ടിൽ ലീവ് ആയിരിക്കും. അപ്പോൾ അരി വയ്ക്കാൻ വകുപ്പില്ലാതാവുമ്പോൾ അല്ല എന്നെ കൂടെ കൊണ്ടുപോകണ്ട. അവരാറെ നിന്നെ മാറ്റി ഞാൻ പുതിയ കിളി വെച്ച് സ്ഥിരം. ഇപ്പൊ നിനക്കിപ്പൊ കെട്ടാൻ മുട്ടിയിരിക്കുകയാണ്. അങ്ങനെയല്ല, ഓ അപ്പൊ കൈ ഇരിക്കണേന്ന് എന്ത് ചെയ്യും? ഇല്ലേ, ഉറപ്പാടാ? ഇല്ല നമ്മ ഗായ്സ് എൻ്റെ കൂടെ നടക്കുന്നവനെ കോഴിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ മാന്യമായി എന്നെപ്പറ്റി ഇന്ന് വരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും അത് കാര്യമായിട്ട് പറയണം, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അത് എന്നാലും അയ്യോ, നമുക്കൊരു സന്തോഷമാണ്. നീ ഇപ്പോൾ നീ കെട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അല്ല അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് നടക്കാറുള്ളേ. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പ്രാരാബ്ധങ്ങളാവും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിഞ്ഞൂടാ, പ്രാരാബ്ധങ്ങളാവും. ഇപ്പം നമുക്കൊരു ഫ്രീ ആയിട്ട് നടക്കും പോലെ അപ്പോഴൊന്നും നടക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് ജിത്തു, നീ ഒരു 28 വയസ്സൊക്കെ ആയിട്ട് കെട്ടിയാൽ കേട്ടോ. നീ അതുവരെ നീ നമ്മളെ ഓരോ വണ്ടിയിലും കിളിയായി നീ ഒരു വലിയൊരു കിളിയാവാം. ഓക്കെ? 28 വയസ്സാകുമ്പോൾ എത്ര വർഷം അവിടെ? അപ്പം നമ്മൾ ഏതൊക്കെ ലെവൽ വണ്ടി എടുക്കുമായിരിക്കും? നീ ഭാവിയെ പറ്റി ഇപ്പോഴേ നീ ചിന്തിക്കണം. ഇപ്പം നീ 34 ഓടുന്നു, അടുത്ത നീ 49 ഓടുന്നു, അത് കഴിഞ്ഞും നീ സ്കാനിയർ നമ്മൾ ഗ്ലൈഡറിൽ ഓടുന്നു, അടുത്ത് നീ നൈസ് സർവീസിലോട്ട് കയറുന്നു. ഓ കഴിവാൻ പാട് അതുകൊണ്ട്
അതുകൊണ്ട് കാലഘട്ടം മാറുന്നതോറും വി സോഫ്റ്റ് പല തലത്തിലേക്ക് ദൈവം മാറ്റി തരും ആയിരിക്കും. സെഡോണ നീ ഇവന് ചേട്ടൻ്റെ അടുത്ത് പറ. അല്ല നീ വേണമെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മളെ ലാലു അണ്ണനെ എൻ്റെ കിളിയായിട്ടാക്കിയിട്ട് നീ വേണമെങ്കിൽ നീ ഭാഷയിലോട്ട് വെക്കോ? എന്തിന് ഇത് കള്ളച്ചേട്ടാ? ഗായ്സ് ഭാഷ കണ്ണൻ ഭയങ്കര ഒന്നാണ് പറയുന്നത്. ഭാഷ കണ്ണൻ എന്നെ പോലെയല്ല, കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളെല്ലാം. ഇവൻ ഈ വാല സൈഡ് പറയാതൊക്കെ കയറി ഇരിക്കുമ്പോൾ കണ്ണൻ ചേട്ടൻ പേട്ടത്തലയിൽ ഇറങ്ങി പടാ. അതിൻ്റെ കൂടെ വേറെ പല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് വിചാരിക്കാം. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവന് ഭാഷ കണ്ണൻ്റെ കൂടെ പോകാൻ ഇവന് പേടിയാണ്. ഞാനാകുമ്പോൾ എന്തും പറയാല്ല. എന്നെ ചില നേരത്ത് വിളിക്കുന്നതൊക്കെ തള്ളക്ക് അങ്ങനെ വിളിക്കുകയൊന്നുമില്ല. ചില നേരത്തെ എന്നെ വിളിക്കുന്ന ചീത്ത വാക്കുകൾ കേൾക്കണം. ഞാൻ നിന്നെക്കാൾ എത്ര വയസ്സ് മൂത്തേന്നറിയാമോടാ? ഒരു ദിവസം കാണിച്ചു തരാം കേസ്. ഞാൻ ഈ കളി പറയണല്ലോ, ഒരു ദിവസം കാണിച്ചു. ഇവനെ വരെ ഇവൻ എൻ്റെ അടുത്ത് ഒരു ബഹുമാനം ഇല്ല. പഴയതുപോലെ കുനിച്ചേർത്ത് ഇടി കൊടുത്താലേ പറ്റുള്ളൂ. ഇടി കുറയും തോറും ബഹുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടി കൂടുമ്പോൾ ബഹുമാനം കൂടും. എടാ എങ്ങനെയുണ്ട് വൈകിട്ട് പാലസ്? കുഴപ്പമില്ല. എങ്ങനെ ലൈറ്റൊക്കെ ഇട്ടതൊക്കെ കണ്ട? ഓ നീ ഞാൻ ലൈറ്റൊന്നും നോക്കൂലല്ലോ, എന്നാലും കണ്ട ലൈറ്റ് ആ അത് ബാഗും തൂക്കി നിൽക്കുന്ന ലൈറ്റ് അല്ലേ? അത് നോക്കണ്ട. അല്ല ഈ ലൈറ്റ്, ആ ലൈറ്റിൻ്റെ സൈഡിലൊരു ബാഗ് തൂക്കിയിരിക്കുന്ന ലൈറ്റ് ഞാൻ കണ്ട, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഗൈസ് നമ്മളാ ചെറുക്ക അവിടെ ഉണ്ട്. ഇന്ന് SS മാനിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ വന്നത്. അവിടെ നമ്മളെ പാർക്കിങ്ങിലൊക്കെ കിടക്കണം. അവന്മാർ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ട്രിപ്പ് എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറയും. ഗൈസ് ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ പറഞ്ഞില്ല, ഇവന് ഓറഞ്ചിൽ ഇവൻ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. വേണ്ട ഓറഞ്ച് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും തരണം, പക്ഷേ ഇരിക്കാൻ നോക്കണ്ട കേട്ടല്ലേ? ആ ശരിയാണ്, നമ്മൾ കോളേജ് പിള്ളേരാണ്. നമുക്ക് നാടൻസിലാണ് ഫുഡ്. നാടൻസ് എവിടെയെന്ന് അറിയില്ല. പാക്കേജ് ചെയ്യണ പയ്യന്മാർക്കൊക്കെ അറിയായിരിക്കും, വണ്ടിക്കാരന്മാർക്കും അറിയായിരിക്കും. നമ്മൾ ആ ചെറുക്കനെ റോഡ് സൈഡ് മാക്സിമം ചേർത്ത് ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഈ പോകാനായിട്ടാ വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇറങ്ങി വന്ന് ഈ നമ്മളെ മലാക്കിനെ എടുത്ത് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിലോട്ടൊക്കെ വണ്ടികളൊക്കെ കിടക്കണം, അതുകൊണ്ട് എനിക്കിടാൻ സ്ഥലമില്ല. ജിത്തിനെന്തോ എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന്, എന്തോ പറ. ഒന്നുമില്ലല്ലോ, ഞാൻ അടുത്ത മറ്റേത് അതയച്ചാന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ അയച്ചു തരില്ല. വണ്ടിയുടെ വീഡിയോ നിൻ്റെ ഫോട്ടോയാ ഗൈസ്. നമ്മുടെ അജയ് ചേട്ടന് അവരെ പാക്കേജിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. അങ്ങേരയിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞ ഈ പയ്യന്മാരെയും പിള്ളേരെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കും. അത് ട്രിപ്പിൻ്റെ അവരെ പാക്കേജിൻ്റെ ഇതിൻ്റെ കൂടെയുള്ള ഒരു സംഭവമാണ്. അവർക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് ഫോട്ടോയും കൂടെ എടുത്ത് കൊടുക്കും. ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒരാളെ വാട്സപ്പിൽ എല്ലാവരും ഫോട്ടോ അയക്കും. അവർ ഷെയർ ചെയ്ത് കൊടുത്ത് പരസ്പരം അങ്ങ് എടുത്തോളും. അപ്പം ജിത്തുവിൻ്റെ ഫോട്ടോയും അങ്ങേരെ കാല് പിടിച്ച് എടുത്ത് ഞാനും എടുത്ത് ഫോട്ടോസ് കിഡിലായിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ. ഇന്ന് പാലസിൽ വെച്ച് നമുക്ക് നല്ല 1-2 പിക്കുകളൊക്കെ എടുക്കാൻ പറ്റി. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ വൈകിട്ട് വെറുപ്പിക്കാനായിട്ടൊരു വീഡിയോ ഇട്ട് കരിമ്പൂച്ചകളെന്ന് പറയും ഇല്ലടാ. അതിൽ ഞാനാണ് മാസം, നീ വെറും കിണ. അപ്പോൾ അയക്കാം ഇത് വർത്താനം പറഞ്ഞിട്ടോ. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഊട്ടി പോവുകയാണ്. രാവിലെ മൈസൂരിൽ നിന്ന് വണ്ടി എടുത്ത് ഊട്ടി പോവുകയാണ്. കൂടല്ലൂരാണ് ഫുഡ്. നമ്മൾ സ്ഥിരം ഫുഡ് കൊടുക്കുന്ന സ്ഥലം. നമ്മൾ ഊട്ടി നമ്മൾ പോകുമ്പോൾ സ്ഥിരം ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് കൂടല്ലൂർ അല്ലേ? അവിടെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ബ്ലോഗ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ പിന്നെ മാറ്റി. അപ്പോൾ ഗായ്സ് രാവിലെ നല്ല തണുപ്പ്, കുറച്ച് വെയിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പ്. ഇത് നമ്മളെ ഇതുവഴിയൊക്കെ കാറ്റ് കയറി 2 ബോണറ്റ് പൊക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോഴ് നമ്മൾ അത്രയും തണുപ്പടിച്ച് കയറിക്കൊണ്ടിരിക്കും. കുറച്ച് വെയിൽ കിട്ടിയെങ്കിൽ എന്ന് മനസ്സിൽ തോന്നും. ഇവൻ പിന്നെ കയറി നേരം തൊട്ട് ഉറക്കം. വ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എണീറ്റിരുന്നത്. നീ എന്നിട്ടാ ഇങ്ങനെ ഉറങ്ങി? എന്തിനു ഉറങ്ങണം? നിന്നെ വേലയ്ക്ക് കൊണ്ടുവന്നതല്ലേ? നിങ്ങൾ കമന്റിൽ വന്ന് പറയണം ഇവൻ്റെ അടുത്ത് ഉറങ്ങല്ലെന്ന് പറയണം. ചേട്ടൻ്റെ അവിടെ ഉറങ്ങാതിരിക്കണം എന്ന് പറയണം. വയനാട് ചുരത്തിൻ്റെ താഴെ എത്തണം വരെ കിടന്നുറങ്ങും. ചുരം എത്തുമ്പോൾ നമുക്ക് യൂട്ടയുടെ വലുത് തിരിയണ നേരത്ത് മേളിൽ നിന്ന് വണ്ടി വരണം നോക്കണം, എന്നാലേ സേഫായിട്ട് കയറി വളയാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ തട്ടി വിളിക്കും,
എന്താ ചോദിക്കണേ കേട്ടോ, ഇതിൻ്റെ കുമ്പ് ഒടിഞ്ഞു. മാങ്കുട്ടി മാങ്കുട്ടി നമ്മൾ ഗുഡല്ലൂർ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഗ്രാൻഡ് ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. ജിത്തു, ഫുഡ് ഇഷ്ടപ്പെട്ടാ? നീ ദോശ കൂടുതലെടുത്ത് കഴിക്കണുണ്ട് ഞാൻ. ആ 4 എടുത്തു. 4 ദോശ കഴിക്കാറായി നീ, വളർന്ന്. അപ്പോൾ ഗായ്സ് നമ്മളെ പിള്ളേരൊക്കെ മേളിലേക്കാണ് കഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വേറെ വണ്ടികളൊന്നുമില്ല. വന്നപ്പം എ സ്റ്റാറിൻ്റെ വണ്ടിയല്ലേ കിടക്കുന്ന? എ സ്റ്റാറിൻ്റെ 2 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഷഡോണും ഒരു BMR ഉണ്ടായിരുന്നു. അവർ പോയി. ഇപ്പം നമ്മളെ വണ്ടി മാത്രം, നമ്മളെ വിസപ്റ്റിൻ്റെ മലാക്ക് മാത്രമാണ് കിടക്കുന്നത്. ഊട്ടിയിൽ ടൗണിലെത്തിയില്ല, നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിൽക്കുകയാണ്. നമ്മളെ പിള്ളേരെല്ലാം പൈൻ ഫോറസ്റ്റിൽ നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ തണുപ്പുള്ളതുകൊണ്ട് അത് നമുക്ക് ഫീൽ ആവുന്നില്ല. എന്താ ഇവിടെ വെയിലത്ത് കിടക്കാനുണ്ട് ചെറുക്കൻ. മലയാക്കൂട്ടം എന്താ ഇവിടെ കിടക്കുകയാണ്. ടോപ്പ് ലൈറ്റൊക്കെ കയറിയപ്പോൾ ഇപ്പം പഴയതുപോലെ സെറ്റായല്ല. ഇതൊക്കെ നമ്മളെ വണ്ടിയിൽ വന്ന പിള്ളേരാണ്. പാക്കേജ് തരാൻ പയ്യൻ്റെ സ്പോൺസറാണ് എല്ലാം. അതിഷണ എല്ലാ പിള്ളേർക്കും നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുത്തോ? ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഇത് നമ്മളെ പയ്യനാണ് ട്രിപ്പിൽ വന്നത്. എടാ നിൻ്റെ സ്റ്റില് കാണി, കുറച്ച് നീങ്ങി കാണി. എനിക്ക് എൻ്റെ സ്കില്ല് കാണിക്കും. ഇത് മൈസൂരിൽ നിന്നല്ലേ ഇറക്കുമതി ചെയ്ത ഈ സാധനം? എവിടെ നിന്ന്? ചാമുണ്ടി ഇല്ലേ? അതൊക്കെ മൈസൂർ തന്നെ. അതിന് സ്റ്റില്ലിട് നിൻ്റെ സ്റ്റില്ലിട്. ആ ഇതിൽ പാളിയാന്ന് നോക്കിക്കോ. അടിക്കോ? അത് ജിത്ത് ഇനി ഇത് ജിത്തുവിന് പറ്റുമെന്നുള്ളത് നോക്കണം. കാണിത് ജിത്തു. പൊങ്ങണില്ല. വാ പോവാ. പൊങ്ങണില്ല. അങ്ങനെ നിങ്ങൾ കരുതല്ല. അത് സംഭവം താഴോട്ട് പോയിട്ട് പൊങ്ങി വരണില്ല. അത് അത്രേ ഉള്ളൂ. ഗായ്സ് അങ്ങനെ കോളേജിലെത്തി. കറുത്ത് കുറുത്തിരിക്കുന്നു. ഇരുന്ന് വണ്ടി ഓടിച്ച് കോളേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ പിള്ളേരെ ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുക്കൻ താ കിടക്കണം. ഇപ്പോൾ ബാഗൊക്കെ എടുത്ത് കൊടുത്ത് അവരെ യാത്ര അയക്കണതിൻ്റെ തിരക്കിലാണ്.